ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്ന പ്രോഗ്രാം റൈറ്റ് എ സി പ്രോഗ്രാം ടു റീഡ് എ സ്ട്രിങ് ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് വവൽസ് ഇൻ ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം ഒരു സ്ട്രിങ് റീഡ് ചെയ്യണം, അതിനുശേഷം ആ സ്ട്രിങ്ങിൽ എത്ര വവൽസ് ഉണ്ടോ അതിൻ്റെ കൗണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാം നമ്മൾ എടുത്തു. ആ പ്രോഗ്രാമിൽ ആദ്യം സി പ്രോഗ്രാമിലുള്ള കാര്യം #include stdio.h, #include conio.h, ഇതെല്ലാ പ്രോഗ്രാമിലും ഉള്ള കാര്യമാണ്. അതിനുശേഷം വരേണ്ട സ്റ്റെപ്പ് void main. ഇതിനകത്ത് ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അത് ക്യാരക്ടർ അറേയാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, char s of 1000 എന്നിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ട്രിങ് ഒരു ക്യാരക്ടർ അറേയാണ്. ആ ക്യാരക്ടർ അറേയുടെ സൈസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 1000 എന്നാണ്. ആ ക്യാരക്ടർ അറേക്ക് പേരിട്ടിരിക്കുന്നത് യെസ് എന്നാണ്. ഇനി ഇവിടെ ഇൻറ്റ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ അറേ ആവുമ്പം ആ ക്യാരക്ടർ അറേയുടെ പേരിട്ടിരിക്കുന്നത് യെസ് എന്നാന്ന് പറഞ്ഞു. എസ് ഓഫ് 0, എസ് ഓഫ് 1, എസ് ഓഫ് 2, എസ് ഓഫ് 3, എസ് ഓഫ് 4, എസ് ഓഫ് 5 അങ്ങനെ 1000 വരെ ആൽഫബറ്റ്സ് നമുക്ക് ആ സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം 0, 1, 2, 3 അത് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിളാണ് സി എന്ന് പറയുന്നത്. അത് ആദ്യം എസ് ഓഫ് 0 ആണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മളതിന് 0 സി ഈസ് ഈക്വൽ ടു ഇൻറ്റ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. ഇനി കൗണ്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിന് കാരണം ആ സ്ട്രിങ്ങിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിൽ എത്ര വവൽസ് ഉണ്ടോ അത്രയും വവൽസിൻ്റെ കൗണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ഒരു വവലിനെ കിട്ടിക്കഴിയുമ്പം കൗണ്ട് ഈസ് ഈക്വൽ ടു 1 ആകും. അടുത്ത വവലിനെ കിട്ടിക്കഴിയുമ്പോൾ കൗണ്ട് ഈസ് ഈക്വൽ ടു 1, 2, 3, 4. അപ്പോൾ എത്ര നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ട്രിങ്ങിൽ എത്ര വവൽസ് ഉണ്ടോ അത്രയും കൗണ്ട് വന്നിരിക്കും. എന്നിട്ട് നമ്മൾ ആ കൗണ്ടാണ് നമ്പർ ഓഫ് വവൽസ് ഇൻ ദ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കാണാം. പ്രിൻ്റ് എഫ് ഇൻപുട്ട് സ്ട്രിങ് എന്ന് കൊടുത്തു. പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് സ്മോൾ കേസിലാണ് എഴുതേണ്ടത്. പ്രിൻ്റ് എഫ് അതിനകത്ത് സ്പേസ് ഒന്നുമില്ല. പ്രിൻ്റ് എഫ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇട്ടു. ഓപ്പണിംഗ് ബ്രാക്കറ്റ് റൗണ്ട് ബ്രാക്കറ്റാണ്. അതിനുശേഷം പ്രിൻ്റ് ചെയ്യേണ്ടത് എന്താണോ അത് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. പ്രിൻറ്റ് എഫ് ഇൻപുട്ട് എ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഒരു \n ഇട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇൻപുട്ട് സ്ട്രിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇൻപുട്ട് കൊടുക്കുന്നത് അടുത്ത ലൈനിലേക്ക് പോകണം. അതായത് കേഴ്സറിൻ്റെ പൊസിഷൻ ഇൻപുട്ട് എ സ്ട്രിങ് എന്ന് വന്നിട്ട് അടുത്ത ലൈനിലേക്ക് പോകാനാണ് \n കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഇൻപുട്ട് എ സ്ട്രിങ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അത് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമികോളൻ ഇട്ടു. അതിനുശേഷം നമുക്കൊരു സ്ട്രിങ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഗെറ്റ്സ് ഫംഗ്ഷൻ. ഗെറ്റ്സ് എന്ന് കൊടുത്തു, GETS ഗെറ്റ്സ് എന്ന് കൊടുത്തു. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇട്ടു. സ്ട്രിങ് എന്ന് പറയുന്ന ക്യാരക്ടർ അറേയുടെ പേര് നമ്മൾ ഡിക്ലെയർ ചെയ്തത് യെസ് എന്നാണ്. അപ്പം ഗെറ്റ്സ് ഓഫ് ES എന്ന് പറഞ്ഞിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമികോളൻ ഇട്ടു. ഇപ്പം നമ്മളിപ്പോൾ char A ഓഫ് എന്നായിരുന്നു കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ വരേണ്ടത് ഗെറ്റ്സ് ഓഫ് A എന്നായിരുന്നു വരേണ്ടത്. ഇനി ആ സ്ട്രിങ്ങിലെ ഒരു സ്ട്രിങ് എന്ന് പറയുന്ന ക്യാരക്ടർ അറേയാണ്. ക്യാരക്ടർ അറേ എന്ന് പറയുമ്പം ക്യാരക്ടർ നെയിം ഓഫ് 0 മുതൽ എത്ര ലെറ്റേഴ്സ് ഉള്ളതാണോ അത്രയും ലെങ്ത് ആ ക്യാരക്ടർ അറേക്ക് വരും. നമ്മുടെ ക്യാരക്ടർ അറേ 1000-ൽ കൂടുതൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പം വൈൽ എസ് ഓഫ് സി നോട്ട് ഈക്വൽ ടു \0 നമുക്കറിയാം ഒരു സ്ട്രിങ് ക്യാരക്ടർ അറേയിലേക്ക് കയറി കഴിയുമ്പോൾ ലാസ്റ്റ് ആ സ്ട്രിങ്ങിൻ്റെ ആൽഫബറ്റ്സ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മെമ്മറി ലൊക്കേഷനിൽ \0 ആയിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പം ആ \0 എത്തുന്നത് വരെ ഒരു സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വൈൽ എസ് ഓഫ് സി നോട്ട് ഈക്വൽ ടു \0 കൃത്യമായിട്ട് ഓർത്തോണം. വൈൽ എസ് ഓഫ് സി നോട്ട് ഈക്വൽ ടു അത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കണം. \0 എന്ന് പറയുന്ന ക്യാരക്ടർ \0 എത്തുന്നത് വരെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇഫ്
എസ് ഓഫ് സി ഈക്വൽ ടു സ്മോൾ എ, അല്ലെങ്കിൽ എസ് ഓഫ് സി ഓർ എസ് ഓഫ് സി ഈക്വൽ ടു ക്യാപിറ്റൽ എ. ആ ഓർ സിമ്പിളൊക്കെ നിങ്ങൾ നോക്കണം. അതുപോലെ എസ് ഓഫ് സി ഈക്വൽ ടു സ്മോൾ ഇ ഓർ എസ് ഓഫ് സി ഈക്വൽ ടു ഇ. എ ഇ ഐ ഒ യു ആണ് നമ്മുടെ വവൽ. അപ്പോൾ ആ വവൽസ് എല്ലാം ഓരോന്നും ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ നെക്സ്റ്റ് ലൈനിലേക്ക് നോക്കുക. കൗണ്ട് പ്ലസ് പ്ലസ്, കൗണ്ട് ഇൻക്രിമെൻ്റ് ആവും. കൗണ്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന ടൈമിൽ അത് 0 ആയിട്ടാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു വവ്വൽ ഒക്യൂറി ചെയ്താൽ കൗണ്ട് ഇൻക്രിമെൻ്റ് ആകും. ഇനി നമുക്ക് അപ്പം സ്ട്രിങ്ങിലെ എസ് ഓഫ് 0-യിലുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എസ് ഓഫ് 1-ലേക്ക്, എസ് ഓഫ് 2-ലേക്ക്, എസ് ഓഫ് 3-ലേക്ക് ചെക്ക് ചെയ്ത് ആ സ്ട്രിങ്ങിൽ എസ് ഓഫ് 0-യിൽ ആ സ്ട്രിങ്ങിൻ്റെ ആദ്യത്തെ ലെറ്ററാണ്, എസ് ഓഫ് 1-ൽ രണ്ടാമത്തെ ലെറ്റർ, അങ്ങനെ ഓരോ ലെറ്ററുകളും നമ്മളിങ്ങനെ ചെക്ക് ചെയ്തു. അവസാനം \0 എത്തി. ദാറ്റ് മീൻസ് സ്ട്രിങ് തീർന്നു. സ്ട്രിങ് തീർന്നു കഴിയുമ്പം ആ കൗണ്ടിൽ എത്രയാണോ വന്നിരിക്കുന്നത് ആ കൗണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം പ്രിൻ്റ് ഓഫ് നമ്പർ ഓഫ് വവൽസ് ഇൻ ദ സ്ട്രിങ് ഈക്വൽ ടു %d, അത് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക, കോമ കൗണ്ട്. ഇനി ഗെറ്റ് സി എച്ച് ഓഫ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ കീബോർഡിൽ നിന്ന് എന്തെങ്കിലും ഒരു കീ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രോഗ്രാം നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്ന ആ ടെർമിനൽ മാറി നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു.